ചായയ്ക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നും. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ക്രിസ്പിയാണ്. ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളെല്ലാം കുറച്ച് സോഫ്റ്റാണ്. അതുപോലെ തന്നെ പുറം ഭാഗമെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പലഹാരത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടായി തന്നെ ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവാളയും തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എന്തോരം സാധനം ഉണ്ടാക്കണം എന്നുണ്ടോ അപ്പോൾ അത്രയും അളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഉള്ളിയെല്ലാം ശരിക്കും തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അതിനുശേഷം ഉള്ളിയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ഉരുളക്കിഴങ്ങും ഉള്ളിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സവാള നമുക്ക് നല്ല നൈസായിട്ട് തിന്നായിട്ടൊന്ന് മുറിച്ചും എടുക്കണം. ഉരുളക്കിഴങ്ങ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറും. അപ്പോൾ കറയെല്ലാം പിടിക്കുമ്പം അതിൻ്റെ കളർ വല്ലാതെ ഒന്ന് മാറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ഒരു ബൗളിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ കറയൊന്നും പിടിക്കില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കണം. അതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം നമുക്കിത് വെള്ളത്തിൽ ശരിക്കൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ പശിമയെല്ലാം പോകാൻ പാകത്തിന് അതൊന്ന് ശരിക്കൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച സവാള നല്ല നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്യാനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വിടർത്തിയിട്ടിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ സവാളയിൽ നിന്നും നമ്മൾ ചേർത്തിരിക്കുന്ന നാരങ്ങ നീരിൽ നിന്നും ഒക്കെ ഉള്ള വെള്ളമയം മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ എന്തോരം കടലമാവ് എടുത്തോ അതിൻ്റെ പകുതി അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും നമുക്കിത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം വേണമെന്ന് ഒട്ടും വെള്ളമയം ഇല്ലാതെ വല്ലാതെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം മാവ്. അപ്പോൾ ഇതുപോലെ ഇരിക്കുമ്പം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്കാണ് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ ഒന്ന് സെറ്റാവാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് നെടുകയൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 പീസ് എടുത്തിരുന്നെങ്കിൽ 2 പീസ് എനിക്ക് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അരികല്ല അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കൂട്ടി ചെയ്ത് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, മാവിൻ്റെ മിക്സ്, അതിലേക്ക് ഞാനൊരു പീസ് ബ്രെഡ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ശേഷം ഇത് 2 സൈഡും നല്ലപോലെ ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് കവർ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് ഇങ്ങനെ മാവ് ഇരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നനവ് കൂടുന്തോറും ബ്രെഡ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിറയെ ഫില്ല് ചെയ്തു. അതിനുശേഷം മറ്റേ സൈഡിലും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും ഒന്ന് ശ്രദ്ധിച്ചത് അതുപോലെ ഇങ്ങനെ നിറയെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളമയം കൂടിയാലും ഇത് വിട്ടുപോകും
പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തോരം വെള്ളമയം കുറച്ച് നല്ലപോലെ ഇങ്ങനെ കട്ടിക്ക് എടുക്കാൻ പറ്റുന്നു അതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് ഇങ്ങനെ എടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ എടുക്കണം. ഇതുപോലെ നമുക്കിത് കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പാകത്തിനുള്ള അളവിൽ വേണം ഇതൊന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അതിന് ശേഷം എന്താ പുറത്തേക്ക് നിൽക്കുന്ന ഉള്ളിയുടെ പീസ് അതുപോലെ തന്നെ എന്തെങ്കിലും പീസുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് അതൊന്ന് ഒതുക്കി കൊടുക്കുക. അതിന് ശേഷം നേരത്തെ പാൻ വെച്ചിരുന്നു എണ്ണ ചൂടാകാനായിട്ട്. ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 പീസ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പം അടിഭാഗം ശരിക്കും ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉള്ളിയും ഉരുളക്കിഴങ്ങും മാത്രമല്ല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതുമല്ല അത് വളരെ നൈസായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 പീസിൻ്റെയും അടിഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഉള്ളി ആയാലും ഉരുളക്കിഴങ്ങായാലും ശരിക്കും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നിടം വരേക്ക് ഇതൊന്ന് മൊരിയിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് ഫസ്റ്റ് ഇട്ടതിൽ നിന്ന് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് നമുക്കിത് ശരിക്കൊന്ന് എണ്ണയിൽ നിന്ന് ശരിക്കൊന്ന് കോറ്റി മാറ്റി എടുക്കണം. ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ നമുക്കിതിങ്ങനെ എടുത്തിങ്ങനെ നിർത്തി ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം നമ്മൾക്കിത് കൈ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കോരി ശരിക്കും ഒട്ടും എണ്ണയില്ലാതെ ഇതൊന്നിങ്ങനെ കോരി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ ഇവിടെ ഇങ്ങനെ കോരി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള പീസും ഇതുപോലെ നമുക്കതിൽ മിക്സ് അതിൽ ബ്രെഡിൻ്റെ 2 സൈഡിലും പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇപ്പോൾ 2ാമത്തെ സെറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല ഈസിയാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ചായ പലഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും കറികളും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റെസിപ്പികൾ ചട്നികളുടെ റെസിപ്പികൾ അതൊക്കെയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്